2 കൊരിന്ത്യർ അധ്യായം 11. എന്റെ അല്പഭോഷത്വം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ ക്ഷമിക്കുന്നുണ്ടല്ലോ. ദൈവിക തീക്ഷ്ണതയോടെ ഞാൻ നിങ്ങളെപ്പറ്റി ആശങ്കാകുലനായിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ സർപ്പം ഹവ്വായെ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രവും ശുദ്ധവുമായ ഭക്തി വിട്ട് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾ പ്രസംഗിച്ച യേശുവിനെ അല്ലാതെ വേറൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ നേരത്തെ പ്രാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരാത്മാവിനെ പ്രാപിക്കുകയോ നേരത്തെ അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വേഗത്തിൽ അതിനോട് ഇണങ്ങിച്ചേരുന്നുണ്ടല്ലോ. അതിശ്രേഷ്ഠരായ ഈ അപ്പോസ്തലന്മാരെക്കാൾ അല്പമെങ്കിലും ഞാൻ താഴ്ന്നവനാണെന്ന് കരുതുന്നില്ല. ഞാൻ പരിശീലനം ലഭിച്ച പ്രസംഗകൻ അല്ലായിരിക്കാം, എങ്കിലും പരിജ്ഞാനമുള്ളവൻ തന്നെ. ഇത് ഞങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. പ്രതിഫലം പറ്റാതെ ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി എന്നെ തന്നെ താഴ്ത്തിയത് എന്റെ ഭാഗത്ത് ഒരു പാപമായി പോയോ? നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സാധിക്കേണ്ടതിന് ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരിൽ നിന്ന് സഹായം സ്വീകരിച്ചു. നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങളിൽ ആർക്കും ഞാൻ ഭാരമായി തീർന്നിട്ടില്ല. മാസിഡോണിയയിൽ നിന്ന് വന്ന സഹോദരർ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു. നിങ്ങൾക്ക് ഒരു വിധത്തിലും ഭാരമാകാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു, മേലിലും സൂക്ഷിക്കും. എന്റെ ഈ പ്രശംസ ഇല്ലാതാക്കുവാൻ അഖായ പ്രദേശങ്ങളിലുള്ള ആർക്കും സാധ്യമല്ല എന്നത് എന്നിലുള്ള ക്രിസ്തുവിൻ സത്യം പോലെ തന്നെ സുനിശ്ചിതമാണ്. അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ദൈവം അറിയുന്നു. ചിലർ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളിൽ അവർ ഞങ്ങളോട് സമന്മാർ എന്ന് പരിഗണിക്കപ്പെടുവാൻ അവസരം കാത്തിരിക്കുകയാണ്. അതിനിടകൊടുക്കാതിരിക്കാൻ ഞാൻ ചെയ്തു പോരുന്നത് മേലിലും ചെയ്യും. അവർ കള്ള അപ്പോസ്തലന്മാർ, വഞ്ചകരായ വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം കെട്ടുന്നവർ തന്നെ. സാത്താൻ തന്നെയും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവെങ്കിൽ അതിലെന്തത്ഭുതം! ആകയാൽ അവന്റെ വേലക്കാർ നീതിയുടെ വേഷം ധരിക്കുന്നതിലും ആശ്ചര്യപ്പെടാനില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് തക്കതായിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, എന്നെ ഒരു ഭോഷൻ എന്ന് ആരും കരുതരുത്. കരുതുന്നുവെങ്കിൽ ഒരു ഭോഷനെ എന്ന പോലെ എന്നെ സ്വീകരിച്ചു കൊള്ളുവിൻ. അപ്പോൾ കുറച്ചൊന്ന് പ്രശംസിക്കുവാൻ എനിക്ക് കഴിയുമല്ലോ. ആത്മവിശ്വാസത്തോടെയുള്ള ഈ പ്രശംസയിൽ ഞാൻ കർത്താവിന്റെ ഹിതപ്രകാരമല്ല, ഒരു ഭോഷനെ പോലെയാണ് സംസാരിക്കുന്നത്. ജഡപ്രകാരം പലരും പ്രശംസിക്കുന്നത് കൊണ്ട് ഞാനും പ്രശംസിക്കുന്നു. നിങ്ങൾ ജ്ഞാനികളായിരിക്കെ സന്തോഷപൂർവ്വം ഭോഷന്മാരെ വഹിക്കുന്നുവല്ലോ. വാസ്തവം പറഞ്ഞാൽ ഒരുവൻ നിങ്ങളെ അടിമപ്പെടുത്തുകയോ ചൂഷണം ചെയ്യുകയോ മുതലെടുക്കുകയോ നിങ്ങളുടെ ഇടയിൽ മേധാവി ചമയുകയോ നിങ്ങളുടെ മുഖത്തടിക്കുകയോ ചെയ്താലും നിങ്ങൾ അതെല്ലാം സഹിക്കുന്നു. ഞങ്ങൾക്കതിനുള്ള കഴിവില്ലായിരുന്നു എന്ന് ഞാൻ ലജ്ജയോടെ സമ്മതിക്കുന്നു. മറ്റാരെങ്കിലും പ്രശംസിക്കുവാൻ മുതിരുന്ന കാര്യത്തിൽ ഒരു ഭോഷനെ പോലെ ഞാൻ പറയട്ടെ, ഞാനും പ്രശംസിക്കാൻ മുതിരുന്നു. അവർ എബ്രായരോ? ഞാനും അങ്ങനെ തന്നെ. അവർ ഇസ്രായേല്യരോ? ഞാനും അതെ. അവർ അബ്രഹാമിന്റെ പിൻഗാമികളോ? ഞാനും അത് തന്നെ. അവർ ക്രിസ്തുവിന്റെ ദാസരോ? സുബോധമില്ലാത്തവനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ മികച്ച ദാസൻ തന്നെ. ഞാൻ അധികം അധ്വാനിച്ചു, ഏറെ തവണ തടങ്കലിലായി, ഏറെ ക്രൂരമായി ചാട്ടയടിയേറ്റു, വീണ്ടും വീണ്ടും മരണഭീതിക്ക് അധീനനായി തീർന്നു. 5 പ്രാവശ്യം യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടിയേറ്റു. 3 തവണ കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറേറ്റു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ കിടന്നു. വിശ്രമമില്ലാതെ യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കൊള്ളക്കാരാലുള്ള ആപത്ത്, സ്വജനത്തിൽ നിന്നുള്ള ആപത്ത്, വിജാതീരിയിൽ നിന്നുള്ള ആപത്ത്, നഗരത്തിലെ ആപത്ത്, വിജനസ്ഥലങ്ങളിലെ ആപത്ത്, സമുദ്രത്തിലെ ആപത്ത്, കള്ള സഹോദരരിൽ നിന്നുള്ള ആപത്ത് എന്നിവയിലെല്ലാം ഞാൻ അകപ്പെട്ടു. ഞാൻ അധ്വാനിക്കുകയും ക്ലേശം സഹിച്ച് പണിയെടുക്കുകയും മിക്കപ്പോഴും ഉറക്കമിളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിശപ്പും ദാഹവും സഹിച്ച് ആഹാരമില്ലാതെ വലഞ്ഞു. ശൈത്യവും നഗ്നതയും സഹിക്കേണ്ടി വന്നു. ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന സമ്മർദ്ദവും ദിനംതോറും ഞാൻ സഹിക്കുന്നു. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു? ആരിടറിപ്പോയിട്ട് എന്റെ ഹൃദയം എരിയാതിരിക്കുന്നു? എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനതകളെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. എന്നേക്കും വാഴ്ത്തപ്പെടുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ ഞാൻ പറയുന്നത് വ്യാജമല്ല എന്നറിയുന്നു. ദമസ്കോസിൽ വെച്ച് അരേത രാജാവിന്റെ കീഴിലുള്ള ഗവർണർ എന്നെ പിടികൂടുന്നതിനായി ദമസ്ക നഗരത്തിന് കാവലേർപ്പെടുത്തി.
എന്നാൽ എന്നെ കുട്ടയിലാക്കി മതിലിലുള്ള ഒരു ജനാലയിലൂടെ താഴേക്ക് ഇറക്കുകയും ഞാൻ അയാളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു.